നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ സത്യം പറയാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചില റിലീസായ ദിവസം തന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇതൊരു വളരെ ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണിത്. എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥയാണ്. ഒരുപക്ഷെ ചിലപ്പം ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്നെ തിയേറ്ററിൽ കാണാൻ താല്പര്യമില്ല, OTT മാത്രം കാണാനാണ് താല്പര്യമെന്ന് എനിക്ക് അറിയില്ല. അത് ഭയങ്കര ഫിൽട്ടർ ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. വിളിച്ച് നമുക്ക് നുണ പറയണ്ടല്ലോ വെറുതെ. കറക്റ്റ് ഒരു ഹൊറർ കോമഡി ജോണർ തന്നെയാണ്. ഇത്രയും പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. വലിയ കുഴപ്പമില്ല സെലക്ഷൻ ഇസ് ഓക്കെ. പിന്നെ ഞാനും മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനി പറ്റുകയും ചെയ്യും. ഒരു പ്രോപ്പർ ലോഞ്ച് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ പടങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ലോഞ്ച് വന്നപ്പോ അതൊരു പ്രോപ്പർ ലോഞ്ച് ആയി. കുറെ പേര് വിചാരിച്ചിരിക്കുന്ന ഞാനൊരു തമിഴ് ഗേൾ ആണെന്നുള്ളൊരു സംഭവം ഉണ്ട്. ആരുടെയും കൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ ഞാൻ ഹൊറർ സിനിമ കാണാറില്ല. ആ ഒരു നാട്ടില് ആ ഒരു വളവ്, ലൈക്ക് രാത്രി ഇത്ര മണി കഴിഞ്ഞാൽ പോവാൻ പാടില്ല. അപ്പൊ അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും എക്സ്പീരിയൻസസ് മാത്രം, അല്ലാണ്ട് ഒറിജിനൽ സുമതിനെ വെച്ചിട്ടുള്ള സ്റ്റോറി. ഇൻസ്പയർഡ് വേർഷൻ ആണ് ശരിക്കുള്ള. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഹൊറർ കോമഡി വരുന്നു എന്ന പ്രത്യേകതയുണ്ട് സുമതി വളവിന്. സൈജു കുറുപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട നായകന്മാർ എന്നിവരൊക്കെയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഹൊറർ കോമഡി എനിക്ക് തോന്നുന്നു രോമാഞ്ചത്തിന് ശേഷം, രോമാഞ്ചം ഒരു പ്രോപ്പർ ഹൊറർ കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ആളുകളുടെ കമ്മിങ് ഓഫ് ഏജും കൂടി അതിനകത്ത് ഭാഗമാണല്ലോ. സുമതിയോട് പ്രോപ്പറായിട്ട് നമ്മുടെ ആകാശഗംഗ ഓണറിനോടൊക്കെ നീതി പുലർത്തുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചിരിയോട് കൂടി തന്നെ പേടിപ്പിക്കലും ഒരു ലക്ഷ്യമാണ് ഈ സിനിമയുടെ. അപ്പം കറക്റ്റ് ഒരു ഹൊറർ കോമഡി ജോണർ തന്നെയാണ്. ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കോസ്റ്റ്യൂമിൽ നിന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. യഥാർത്ഥത്തിലുള്ള സുമതി വളവ് നമുക്കറിയാലോ, ട്രിവാൻഡ്രം ഭാഗത്ത് അങ്ങനെ ഒരു വളവുണ്ടല്ലോ. അതുപോലത്തെ ഒരു വളവാണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെയല്ല, നമ്മൾ വേറൊരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ടൈറ്റിലിനോട് നീതി പുലർത്തുന്നുണ്ട്. ഹൊറർ തന്നെയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നർമ്മത്തിൽ ചാലിച്ച ഹൊററാണ്. ഇതുമായിട്ട് അങ്ങനെ റിലേറ്റഡ് അല്ല, സിൻസ് ഹൊറർ വന്ന കാരണം ഞാൻ ചോദിക്കുകയാണ്. സൈജു ചേട്ടൻ ഈ നോർത്തിലൊക്കെയുള്ള കുറെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഭൂതകാലത്തിലുള്ള ആക്ടർ എന്നുള്ള രീതിയിലാണ്. കാരണം സിൻസ് അതൊരു OTT റിലീസ് ആയ കാരണം ഒട്ടും ഈ സോക്കോൾഡ് ഹൊറർ ഇല്ലാതെ ആളുകൾ പേടിച്ചൊരു സിനിമ ആയതുകൊണ്ടാണ്. ആൻഡ് അന്താക്ഷരി ഓൾസോ ആ ലൈനപ്പിലും ജോയിൻ ആവും. എനിക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് സൈജു ചേട്ടനെന്ന് എനിക്കറിയില്ല. ഭൂതകാലം ചെയ്യുമ്പോൾ അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ദാറ്റ് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഹൊററാണ്, അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് അതിന്റെ പ്രോസസ്സിൽ മനസ്സിലായിരുന്നു. അത് ആഫ്റ്റർ റിലീസാണ് ഈ പോറിംഗ് റിവ്യൂസ് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെയാണോ? ഇത് ആക്ച്വലി ഇത്രയും പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. കഥയും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു മേക്കിംഗ് ഇത് പക്ക ഹൊറർ രീതിയിൽ ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളൊരു, അതായത് പേടിപ്പിച്ച് എന്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു രാഹുലിന്റെ. ഇത് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡബിംഗ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് സ്ട്രീം ചെയ്യുന്നു സോണി ലീവില്. അപ്പൊ അന്ന് രാത്രിയിൽ എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്ട്രീം ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വേറെ ഏതൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. ഞാനപ്പം അടുത്ത ദിവസത്തെ സീൻ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ലേറ്റായി. അപ്പൊ എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി, പേടിച്ച് പണ്ടാരടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഉള്ള മെസ്സേജസ്. അപ്പൊ എനിക്കത് മനസ്സിലാവുന്നില്ല, എന്താണ് ഭൂതകാലമാണ് സ്ട്രീം ചെയ്തതെന്ന് അറിയാം, പക്ഷെ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഇരുന്ന് കണ്ടു. അപ്പോഴാണ് ഇത് എന്റെ ഒരു ഫീല് മനസ്സിലായത്. ഇതായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഭയങ്കര ഇപ്പം നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത്, അതായത് മാസ്ക് ഒക്കെ വയ്ക്കുന്ന കാലഘട്ടം തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഫേസ് 2. അതെ, ഫേസ് 2. ആ സമയത്ത് ക്രൂ മെമ്പേഴ്സ് ഒക്കെ വളരെ കുറവ്. പിന്നെ ആ സിനിമ കണ്ടില്ല, ആക്ടേഴ്സ് ഒക്കെ വളരെ കുറവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു 40 ആൾക്കാരൊക്കെ കാണുള്ളൂ. ഈ 40 പേരുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് എല്ലാരും അവിടെ കാണില്ലല്ലോ. ഒരു 15 പേരൊക്കെ അറ്റ് എ ടൈം അവിടെ ഒരു സെറ്റിൽ കാണുള്ളൂ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ ക്യാമറമാൻ ആണെങ്കിൽ ഷൈനാസ് ജലാലാണ്. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, അധികം സംസാരിക്കില്ല, കുറവ് സംസാരിക്കുന്ന ഒരാൾ. രാഹുലും അതേപോലെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, മൊത്തം സിനിമ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുറവ് സംസാരിക്കുന്ന ആൾക്കാരും. വളരെ സ്മൂത്ത്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ഒരു രീതിയിലും ഇത്, പിന്നെ ഈ മ്യൂസിക് ബിൽഡപ്പും എഡിറ്റൊക്കെ വരുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ഹൊറർ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത്.
ഇപ്പൊ എന്റെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള ഷെയ്ന്റെ സീൻസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ. എന്റെ സീൻസ് മാത്രം അപ്പം ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കും തലേ ദിവസം എടുത്ത സീൻ നമ്മൾ കാണുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ നോർമൽ നമ്മൾ അഭിനയിച്ചു. അതിന്റെ അകത്ത് ആ ഫീൽ ഓരോ വീട്ടിലേക്കും സഹിച്ചോട്ടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിരുന്നില്ല. അതിന്റെ പ്രൊമോഷൻ അല്ല ഞാൻ ഇപ്പോഴാണ് ചോദിക്കാൻ തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി, ഭയത്തിന്റെ ഇന്റൻസിറ്റി കൂടി വരുമായിരുന്നു. സിമിലർ കേസസ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടില്ല. ഇല്ല അല്ലേ? അഭിനയിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല ആ ഇന്റൻസിറ്റി കൂടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് കൂടിയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ ഭൂതകാലവും അന്താക്ഷരിയും. അന്താക്ഷരിയെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ട്. അന്താക്ഷരിയുടെ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ സാധാരണ മലയാളം റിവ്യൂസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ തമിഴ് മാക്സിമം തമിഴിൽ 1-2 റിവ്യൂസ് വരുന്നത് കാണാം. ഇത് പഞ്ചാബി, ബംഗാളി ഇവരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അന്താക്ഷരി കണ്ടിട്ട്. പിന്നെ ഞാൻ ആട് 3 സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുതിരസവാരി ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പൊ അവിടെയാണ് ആദ്യമായിട്ടൊരാള്, ഒരു പുള്ളി എനിക്ക് തോന്നുന്ന കന്നഡികയോ തെലുങ്കിനോ എന്തോ ആണ്, പുള്ളിയുടെ മകനോ മകളോ അവിടെ ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പുള്ളി എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഭൂതനാഥനിലെ ആക്ടറല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. പുള്ളി ഭൂതകാലമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഭൂതകാലം, സോണി ലിവ്, എക്സാക്ട്ലി ദാറ്റ് ഹൊറർ മൂവി, റിയലി ഗ്രേറ്റ് മൂവി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ബോധവാനാകുന്നത്. അതിനുശേഷം പിന്നെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ നോൺ മലയാളീസ് ഇതിനെപ്പറ്റി. അതേപോലെ തന്നെ സുമതി വളവിനും, കമ്മിങ് ബാക്ക് ടു സുമതി വളവ്, ഇതിനും ആ ഒരു റീച്ച് കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ വെൽ മെയ്ഡ് മൂവി. ആൻഡ് മാളികപ്പുറത്തിന്റെ റൈറ്ററും ഡയറക്ടറും അവരുടെ, അതായത് ഡയറക്ടറുടെ 2ാമത്തെ മൂവി, അഭിലാഷുമായിട്ട് ഈ പറഞ്ഞ 3ാമത്തെ സിനിമയാണ് ഞാൻ ആനന്ദ് ശ്രീബാലയ്ക്ക് ശേഷം. അപ്പൊ എനിക്ക് വളരെ മനോഹരമായ 3 കഥാപാത്രങ്ങൾ തന്ന ഒരു റൈറ്ററാണ് അഭിലാഷ്. പിന്നെ മാളികപ്പുറത്തിലെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ അഡീഷൻസ് ഉണ്ട്, പുതിയ അഡീഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഹാഫ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പം റാഫിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. റാഫിയും ഞാനും പാപ്പച്ചനുള്ളിലാണെന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു എനിക്കൊന്ന് 10-65 അല്ലേ, 10-65 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതെ, അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള. പിന്നെ അത് കൂടാണ്ട് വേറെ കുറെ പേരുണ്ട്. ഈ 90s യെസ്റ്റർഇയേഴ്സ് കാലഘട്ടത്തിലേക്കുള്ള മലയാള സിനിമയുടെ ഒരു വൈബ് അത് കിട്ടും. ഒരു 90s ഉണ്ടാവില്ല കുറെ ക്യാരക്ടേഴ്സ്, നാട്ടുമ്പുറം ചായക്കട വൈബ് കിട്ടും. അതിന്റെ കൂടെ കുറച്ച് പേടിക്കാം, കുറച്ച് ചിരിക്കാം. ഗോപിക, ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഒരു കുഴപ്പം പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവര് സെൻട്രൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ആളുകൾക്ക്. കാരണം ഇവരെ കുട്ടികളായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഗോപികയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സീരിയൽസ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആയത് കാരണം കൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു നായികയായിട്ട്. പിന്നെ ഒരു പ്രോപ്പർ ലോഞ്ച് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ പടങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ ഒരു പ്രോപ്പർ ലോഞ്ചിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തതല്ല. പക്ഷെ ലോഞ്ച് വന്നപ്പോൾ അതൊരു പ്രോപ്പർ ലോഞ്ച് ആയി, അങ്ങനെ വേണം പറയാൻ. ഇതും മെയിനായിട്ട് അഭിലാഷേട്ടൻ കാരണം വന്നൊരു ചാൻസ് ആണ്. ലൈക്ക് അഭിലാഷേട്ടൻ്റെ അമ്മ കാണുമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ സീരിയല്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു അഭിലാഷേട്ടൻ്റെ അടുത്ത് ഈ കുട്ടീനെ സിനിമയിൽ എടുക്കണം എന്ന്. പിന്നെ GP ചേട്ടനെയും പരിചയമുണ്ട് അഭിലാഷേട്ടന്. അപ്പം കല്യാണത്തിന് അഭിലാഷേട്ടൻ വന്നില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 days കഴിഞ്ഞപ്പം മീറ്റ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അടുത്ത സിനിമയിൽ നിനക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അങ്ങനെ വിശ്വസിച്ചില്ല. കാരണം നമുക്ക് സിനിമയിൽ അഭിനയിച്ചാലേ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് എനിക്ക്. പക്ഷെ അത് ശരിക്കും അഭിലാഷേട്ടൻ പാലിച്ചു. അത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലോഞ്ച് ഒന്നല്ല, ഭയങ്കര ഭാഗ്യവും ദൈവാനുഗ്രഹം പോലെ വന്നൊരു ചാൻസ് ആണ്. നോർത്തിലൊക്കെ ഇപ്പൊ ഇസ്പിയാർക്കോ, ക്യാനാംദു എന്നൊക്കെയുള്ള സീരിയൽസിലൊക്കെ അതിൽ അഭിനയിച്ചിട്ടുള്ള ലീഡ് ആർട്ടിസ്റ്റിനെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ക്രേവ് ചെയ്തിരുന്നൊരു സമയമുണ്ട്. കാരണം അവർക്ക് അത്രയും പ്രതീക്ഷയായിരുന്നു അവരെ ലോഞ്ച് ചെയ്യുമ്പോഴും. ആ പടത്തിന്റെ ചുറ്റുപറ്റൊക്കെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഗോപികയ്ക്ക് അങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ? ഇല്ല, സത്യം പറഞ്ഞാൽ സീരിയൽ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് 27th സീരിയൽ കഴിഞ്ഞു, February 5th ആയപ്പോൾ തന്നെ അഭിലാഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സിനിമ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഞാനും ഓക്കെ എന്നാ നോക്കാം ചെയ്യാം എന്നുള്ളൊരു ഇതിൽ തന്നെ ആയിരുന്നു. പിന്നെ വേറൊന്നും അങ്ങനെ വന്നിട്ടില്ല, ടു ബി ഫ്രാങ്ക്, വേറൊന്നും അങ്ങനെ വന്നിട്ടില്ല. അമേസിംഗ് പെർഫോമൻസ് ഇൻ ജോ. അപ്പോൾ കുറെ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ പ്രണയത്തിന്റെ കുറെ കാലഘട്ടങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മറ്റു ഭാഷകളെ പോയിട്ട് മലയാളത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത റെക്കഗ്നൈസേഷൻ ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടോ? എനിക്കങ്ങനെ
അതിന് മാത്രം വർക്ക്സ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴും കുറെ പേര് വിചാരിച്ചിരിക്കുന്ന ഞാനൊരു തമിഴ് ഗേൾ ആണെന്നുള്ളൊരു സംഭവം ഉണ്ട്. ബിക്കോസ് കേരളത്തിൽ ജോ അങ്ങനെ തിയേറ്ററിൽ അത്ര നല്ല പോയിട്ടില്ല. OTT വന്നപ്പോഴാണ്. അപ്പൊ ആർക്കും എന്നെ അത്ര അറിയില്ല. ഞാൻ മറ്റേത് ചെയ്തപ്പോ ഐ വാസ് ഇൻ 10th or 11th. അപ്പൊ ചെറുതായിരുന്നു. അപ്പൊ ഇപ്പോഴും എന്നെ നല്ല ഡിഫറൻസ് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ വന്ന് അതുകൊണ്ട് ലൈക്ക് അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചൊരു കംബാക്ക് പോലെ ഒന്നും എനിക്കൊരു ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. മലയാളത്തെ പറ്റി മറ്റു ഇൻഡസ്ട്രികളിലുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഏറ്റവും ഫൈൻ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്നു, കണ്ടന്റ് ഓറിയന്റഡ് ഫിലിംസ് ഉണ്ടാക്കുന്നു. അത് അവിടുന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് ഇഷ്ടമാണ് ലൈക്ക് മലയാളം മൂവീസ് എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പൊ അവരെല്ലാം കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന നമ്മൾ അവരുടെ കാണുന്നില്ലാണ്ട് അവര് നമ്മളുടെ കാണുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞിരുന്നില്ല. അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് പുതിയ മൂവീസ് ഒക്കെ വരുമ്പോൾ അവർ നമ്മളോട് വന്ന് ചോദിക്കും ഇത് കണ്ടോന്ന്. അപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ലൈക്ക് ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട് എന്നൊക്കെ. സോ അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മുഴുവൻ ആക്ടിവിറ്റി, മുഴുവൻ എനർജിയും അത് ഒരു മിനിറ്റിലേക്കാണല്ലോ, അല്ലെങ്കിൽ കൂടി പോയാൽ 3 മിനിറ്റിലേക്ക്. സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ലുക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്, ഇമോഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്. അങ്ങനെ ഇത് കുറച്ചുകൂടി പ്രൊലോങ്ഡ് ഇമോഷൻ ആണല്ലോ ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത്. അത് പെട്ടെന്ന് കിട്ടുമോ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ? എനിക്ക് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ ഡീറ്റെയിൽസ് ആണെങ്കിലും ഓരോ സീനിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും വിഷ്ണു ചേട്ടൻ അത് അത്രയും ഇതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഭിലാഷ് ചേട്ടനാണെങ്കിലും നമുക്കതിലൊരു ഡൗട്ട് പോലും വരാത്ത വിധം അവരത്രയും രസമായിട്ടത് ഡിസ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്ന് ശരിക്കും മനസ്സിലായതുകൊണ്ട് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, ഇവർ പോലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിന് പ്രത്യേകിച്ച് സിനിമ തന്നെ റിലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോമഡി ആണെങ്കിലും ഇവർ എപ്പോഴെങ്കിലും ഒരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ? കോമ്പറ്റീഷൻ അല്ലേ? അങ്ങനെ ആക്ച്വലി ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതിപ്പം ഞാൻ ഇവരുടെ കൂടെ ആ കാലഘട്ടത്തിൽ വരുന്ന ഒരു പുതുമുഖമാണെങ്കിൽ, കണ്ടംപററി ആണെങ്കിൽ അത് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ചോദ്യം എന്നോട് അതിന് ചോദിച്ചില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന, പക്ഷെ ഇപ്പൊ അത് തോന്നുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഇൻഫ്ലുവൻസർ ആയിരുന്നില്ല, ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ് എൻ്റെ ഡെബ്യൂവും അല്ലെങ്കിൽ അടുപ്പിച്ചൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തോന്നിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, മാളവിക ആയിട്ടുള്ള കാര്യം. അതായത് പ്രകാശൻ പറക്കട്ടയില് ഞങ്ങൾ ഒരേ സിനിമയിൽ 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജയമഹേന്ദ്രൻ എന്ന് പറഞ്ഞ വെബ് സീരീസിൽ 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആനന്ദ് ശ്രീബാലയിൽ ഞങ്ങൾ 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കോമ്പിനേഷൻ ഒന്നുമില്ല. ഞങ്ങൾ ഈ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു സുമതിയോളവിന്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ലൊക്കേഷനിൽ കണ്ടു, അല്ലാണ്ട് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. അതർവൈസ് നമ്മൾ അഭിനയിച്ച പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇനിയിപ്പോ ഒരു കോമ്പിനേഷനും കൂടെ ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കട്ടെ. ഈ പ്രീവിയസ് ഔട്ടിംഗ് ആയിട്ടുള്ള ഫ്ലാസ്കില് കുറെ ആളുകൾ ആ പടത്തിന് ന്യൂട്ടനായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, ഐ മീൻ ഹിന്ദിയിലെ ന്യൂട്ടൺ, രാജ്കുമാർ റാവിന്റെ ന്യൂട്ടനായിട്ടും അല്ലെങ്കിൽ ഉണ്ടൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള സിനിമയാണ് എന്നുള്ള രീതിയിൽ. ഫ്ലാസ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസീവ് ആവണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? എൻ്റെ പടങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചിലപ്പം ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്നെ തിയേറ്ററിൽ കാണാൻ താല്പര്യമില്ല, OTT മാത്രം കാണാനാണ് താല്പര്യമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ലീഡ് ചെയ്യുന്ന സിനിമകൾ, മറ്റുള്ള സിനിമകളിൽ പിന്നെ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുകയാണെങ്കിൽ നായകന്മാർ വേറെയാണല്ലോ, അപ്പോൾ അവരെ തിയേറ്ററിൽ പോയി ആൾക്കാർ കണ്ടോളും. അങ്ങനെയൊക്കെയുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഭയങ്കര സെലക്റ്റീവായിട്ട് ഒരു രീതിയിലും അത് ഭയങ്കര ഫിൽട്ടർ ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവണം. ഞാൻ അഭിനയിക്കുന്ന സിനിമ സൈജു കുറുപ്പിന്റെ സിനിമ ആകുമ്പോഴത്തേക്കും അവർക്കൊരു മിനിമം എന്റർടൈൻമെന്റ് കിട്ടണം. എപ്പോഴും ഇതാലോചിച്ചാണ് ഞാനൊരു കഥ കേൾക്കുന്നത്. എത്രയോ കഥ കേൾക്കുന്നുണ്ട്. എല്ലാ സിനിമ കഥയും ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് ഇതാലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ ഫിൽട്ടർ ചെയ്ത് ഞാനൊരു സിനിമയിലേക്ക് എത്തുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പം ഫ്ലാസ്ക് വരെ നോക്കിയാല് ഇത് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 3 ടൈപ്പ് ഓഫ് സിനിമകളാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നത്. ഒന്ന് ക്രിട്ടിക്സിനും സിനിമാക്കാർക്കും സാധാരണ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഒന്ന് സിനിമാക്കാർക്കും ക്രിട്ടിക്സിനും ഇഷ്ടപ്പെടില്ല, സാധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ 3ാമത്തെ കാറ്റഗറിയിലാണ് എന്റെ സിനിമകൾ പെടുന്നതെന്ന് തോന്നുന്നു. അതായത് ക്രിട്ടിക്സിനും സിനിമാക്കാരിപ്പം എന്നെ വെച്ച് പടം ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സും എന്നെ വെച്ച് പടം ചെയ്ത ആൾക്കാരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സിനിമകൾ. നാച്ചുറലി അങ്ങനെ ആയിരിക്കുമല്ലോ. അവര് പോയി കണ്ടിട്ട് അവരെന്നെ പിന്നെ വിളിക്കൂല. എനിക്കറിയാം അവർ പോയിട്ടുള്ള കാര്യം.
പക്ഷെ ഇവരെന്നെ വിളിക്കൂല, കണ്ട കാര്യം പറയില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മളോർക്കും, അപ്പൊ ഇത് ഫസ്റ്റ് ഡേ 10 മണിയുടെയൊക്കെ ഷോ ആണ് കേട്ടോ ഇവര് കാണുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഡൗൺ ആവും. പക്ഷെ അന്ന് വൈകുന്നേരം തൊട്ട് സാധാരണ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ അറിയുന്നത് ഈ പടം ആക്ച്വലി നല്ലത് തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. പക്ഷേ ഈ വൈകുന്നേരം വരെയുള്ള സമയം നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പടം വരുമ്പോഴത്തേക്ക് ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അത് 100%. നമ്മളിപ്പം ഞാൻ വിഷ്ണുവിനെ കണ്ടു തിയേറ്ററിൽ വരുന്നത്. വിഷ്ണുവിനെ നല്ല പരിചയം ഉണ്ടല്ലോ, വിഷ്ണുവിന്റെ കയ്യിൽ എൻ്റെ നമ്പറും കാണും. വിഷ്ണു പക്ഷെ എന്നെ വിളിച്ചില്ല, ഞാനാണല്ലോ ലീഡ് റോൾ ചെയ്ത പടത്തില്. വിഷ്ണുവിനെ വിളിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ വിളിച്ചിട്ടില്ല. അത് പോട്ടെ, നമ്മൾ ഒരുമിച്ച് ഒരു പടം കണ്ടിട്ടില്ല, നീ കണ്ടതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഇപ്പം അറിഞ്ഞെന്ന് വിചാരിക്കുക, ഓക്കെ, നീ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. വിഷ്ണു എപ്പോഴും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ആള്, അല്ലെങ്കിൽ എന്നെ വെച്ച് പടം ചെയ്യാൻ പോകുന്ന ആളായിരിക്കും വിഷ്ണു. പക്ഷെ എന്നെ വിളിച്ചില്ല, അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുമല്ലോ. അപ്പം അവരുടെ ആംഗിൾ എന്തായിരിക്കും എന്ന് വെച്ചാല്, ഇനി വിളിച്ച് നമുക്ക് നുണ പറയണ്ടല്ലോ, വെറുതെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ വെറുതെ നമ്മൾ വിളിച്ച് നുണ പറയണ്ട, ഇനിയിപ്പോ സത്യം പറയാനും പറ്റില്ല അല്ലെ. സത്യം പറഞ്ഞാൽ എനിക്ക് ചില റിലീസായ ദിവസം തന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊരു വളരെ ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണിത്, മനസ്സിലായില്ലേ. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ആയി കഴിഞ്ഞു, പെർമനന്റ്ലി റിക്കവർ ആയി. അതായത് ആദ്യം എനിക്ക് വിഷമമായിരുന്നു ഇവരിങ്ങനെ വിളിക്കാത്തപ്പോൾ. പക്ഷെ ഇപ്പൊ ഞാനത് മനസ്സിലാക്കി, ശരി, അത് ആ ഒരു ഇൻഡിവിജ്വലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ 10 പേർക്ക് വരെ ഇവിടെ 150 പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് ഇടുന്നുണ്ട്, സ്റ്റോറി മെൻഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ, ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല, സെലക്ഷൻസ് ഓക്കെ. പിന്നെ ഞാനും മനുഷ്യനാണ്, എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനി പറ്റുകയും ചെയ്യും, ഓക്കെ. പക്ഷെ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് ഓരോ കഥ കേൾക്കുമ്പോൾ എൻ്റെ ഇതാണ്, മിനിമം ഗ്യാരണ്ടി ആയിരിക്കണം. ഇത് എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം, ഒന്നില്ല തിയേറ്ററിൽ, അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ, അല്ലെങ്കിൽ OTT-ൽ, എവിടെയെങ്കിലും നമ്മുടെ പടം ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു പാസ്റ്റ് 1 ഇയർ ഹിസ്റ്ററി എടുത്താൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പാസ്റ്റ് 1 ഇയറിലാണ് ഞാൻ കൂടുതൽ നായകൻ ഫിലിംസ് ചെയ്തിട്ടുള്ളത്. ഈ OTT ഉണ്ടാക്കുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, OTT റിലീസിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അത് തിയേറ്ററിനേക്കാളും ഇപ്പൊ എഫക്റ്റ് ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ ജോ ഒക്കെ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ലൈക്ക് കൂടുതൽ പേരും അത് എളുപ്പമായതുകൊണ്ട് അതിലോട്ടിലേക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് തിയേറ്റർ പോകുന്നില്ല. പോയാൽ അവർക്ക് ഇഷ്ടപ്പെടും, അവർ അത്ര എഫേർട്ട് ഇടുന്നില്ല. അപ്പൊ ലൈക്ക് മേ ബി ആക്ടേഴ്സിനനുസരിച്ചിട്ടാവാം അവർക്ക് ഫീൽ ചെയ്യുന്ന, ഐ ഡോണ്ട് നോ. ബട്ട് OTT അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ലൈക്ക് ഇങ്ങനെ കാണാൻ പോവാത്തതൊക്കെ അവരിങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്കാണ് അത് ആക്ച്വലി നല്ലത്. ഇപ്പം ജോ തമിഴ്നാട്ടിൽ അത്യാവശ്യം പോയി, ഐ തിങ്ക് 50 or 60 days അത് ഹൗസ്ഫുൾ ആയി പോയി. പക്ഷെ അങ്ങനെ ഒരു OTT ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പൊ അത് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലീസ് ഒക്കെ അത് OTT-ലാണ് കണ്ടത്. ബിക്കോസ് ഇവിടെ ഇല്ല, ചില തിയേറ്റേഴ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിക്കാം, അങ്ങനെയല്ല, ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആവുന്നത് ഒരു പടം അതിന്റെ OTT റിലീസ് കഴിയുമ്പോഴാണോ, ഫിലിം ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ? അങ്ങനെ അതിൽ മാത്രം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒപ്പീനിയൻ ഇല്ല. മേ ബി അതും ആവാം. ബിക്കോസ് ഇപ്പൊ സോഷ്യൽ മീഡിയ OTT വന്നതിന് ശേഷമാണ് കുറെ മൂവീസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടൊക്കെ കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ അതുവരെ കാണാത്ത, ലൈക്ക് തിയേറ്ററിൽ ഇറങ്ങിയോന്ന് പോലും അറിയാത്ത ചില പടം ലൈക്ക് ഭയങ്കര ഹിറ്റ് ആവുന്നുണ്ട് OTT വരുമ്പോൾ. അപ്പൊ ഇതും ഒരു കാരണം ആവാം. ഭയങ്കര ദൈവവിശ്വാസിയാണല്ലോ. അപ്പൊ ഈ എപ്പത്തെ സൈഡില് പ്രേതങ്ങളെയും വിശ്വാസം ഉണ്ടോ? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് ഉള്ളൊരു വിശ്വാസം. അല്ലാണ്ട് പ്രേതം ആ ഒരു രൂപം അതൊക്കെ ഒരു ഫിക്ഷൻ, ലൈക്ക് മൂവി, ബുക്ക്, അങ്ങനത്തെ വന്നതാണ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്, പേടിയുണ്ട്. ഈ ഹൊറർ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ എഫക്ട് എത്ര നാലം നിൽക്കും? ഒറ്റയ്ക്കൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിൽക്കും, രാവിലെ വരെ നിൽക്കും, ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ആരുടെയും കൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ ഞാൻ ഹൊറർ സിനിമ കാണാറില്ല. ഈ ഹൊറർ സിനിമകളുണ്ടല്ലോ, അപ്പം ആ സിനിമകളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബാക്ക് സ്റ്റോറി എത്രത്തോളം കണക്ട് ആവുന്നു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എത്രമാത്രം അത് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു ഗോസ്റ്റിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഓഡിയൻസിന് കണക്ട് ആയാൽ ആ പടം വർക്കാണ്. ഇപ്പൊ ഇൻകേസ് കാഞ്ചന എടുത്താൽ അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എടുത്താൽ ഇതിന്റെയൊക്കെ ഫോർമുല അതാണ്. അതായത് ആരാണോ ബാധിക്കപ്പെട്ടത് അയാളുടെ സ്റ്റോറി വർക്ക് ആയാൽ പടം വർക്കാവും. അങ്ങനെ ഒരു ഏരിയ സംബന്ധിച്ചുള്ളവരുണ്ടോ? എത്രത്തോളം അത് പറയാൻ പറ്റും? അത് ഇവര് പറയും.
ബാക്ക് സ്റ്റോറി അല്ല, നമ്മൾ ഒറിജിനൽ സുമതി വളവിന്റെ ആ ഒരു അല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ആ ഒരു എസെൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫിക്ഷണൽ. ശരിക്കും സുമതി വളവിന്റെ സുമതി വളവ് ഉള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷനാണ്. ഓക്കെ, അല്ലാണ്ട് ഒറിജിനൽ ക്രൈമായിട്ട് അങ്ങനെയല്ല. ലൈക്ക് ആ ഒരു നാട്ടില് ആ ഒരു വളവ്, ലൈക്ക് രാത്രി ഇത്ര മണി കഴിഞ്ഞാൽ പോവാൻ പാടില്ല. അപ്പൊ അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും എക്സ്പീരിയൻസസ് മാത്രം, അല്ലാണ്ട് ഒറിജിനൽ സുമതിനെ വെച്ചിട്ടുള്ള സ്റ്റോറി. ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് ശരിക്കുള്ള. ഈ ആക്ടർ ലൈഫിലെ ഇപ്പോൾ എത്രമാത്രം നമുക്ക് ഒരു പുതിയ സിനിമ കിട്ടാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഐ മീൻ സിനിമയുടെ ഇൻസൈഡ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് ചെയ്യും? സിനിമയുടെ ഇൻസൈഡ് ഫ്രണ്ട്ഷിപ്പ് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണമെന്നില്ല. ഓക്കെ, നല്ലൊരു റിലേഷൻ, അതിന് ഫ്രണ്ട്ഷിപ്പിന്റെ പേരും കൊടുക്കാം. നല്ലൊരു റിലേഷൻ എന്ന് വെച്ചാൽ ഇപ്പം എന്റെ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു പുതിയൊരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ. അപ്പോൾ ഇപ്പൊ അഭിലാഷ് പിള്ളയുടെ തന്നെ അല്ലെങ്കിൽ വിഷ്ണു ശശിങ്കറിന്റെ തന്നെ എക്സാമ്പിൾ എടുത്തോളൂ. ഇവർക്ക് എന്നെക്കാളും നല്ല എളുപ്പമുണ്ട്. അപ്പൊ ദ സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് ഒരേ ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല എനിക്ക് ഇവരോട്. അവിടെ ചിലപ്പോൾ ഒരു അനിയൻ ചേട്ടൻ ബന്ധമായിരിക്കാം. ഓക്കെ, ബട്ട് നമ്മളൊരു ഇൻ എ നട്ട്ഷെൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയാം. അഭിലാഷ് മാളികപ്പുറത്തില് എന്നെ കാസ്റ്റ് ചെയ്തു. അല്ല, ആര് കാസ്റ്റ് ചെയ്താലും, അഭിലാഷാണോ വിഷ്ണു ആണോ എന്നറിയില്ല, വോട്ടവർ, ഞാൻ അതിനകത്ത് അഭിനയിച്ചു. അതിനുശേഷം അഭിലാഷ് എഴുതുന്ന കഥകളിലൊക്കെ എനിക്കൊരു കഥാപാത്രം കാണും. ഓക്കെ, ഇതേപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ അൽതാഫ് സലീം എന്നോട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചേട്ടൻ, ഞാൻ കഥ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും സൈജു കുറുപ്പിന് ഒരു കഥാപാത്രം കാണും. അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ പടമില്ലേ, ഓടുംകുതിര ചാടുംകുതിര, അതിൻ്റെ അകത്ത് ആക്ച്വലി വിനയാണ് ഇപ്പൊ ക്യാരക്ടർ ചെയ്തത്. എനിക്ക് ഡേറ്റ്സിന്റെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അൽതാഫ് ചിന്തിക്കുന്ന പല കഥകളിലും ഇപ്പം രാഹുൽ രുചി നായർ, രാഹുലിനും ഈ പറഞ്ഞ പോലെ അത്രയും നല്ലൊരു ബന്ധമാണ്. ഇപ്പൊ ഡാഗിനിയാണ് ഞാൻ ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നെ വേറെ സിനിമകളൊന്നും അഭിനയിച്ചില്ല. പക്ഷെ പിന്നെ ജയമഹേന്ദ്രൻ വരുന്നു, ഫ്ലാസ്കായി. നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യുമായിരിക്കും. സോ അത് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഗോവിന്ദ് പത്മസൂരിയായിട്ട് നല്ല പരിചയമാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞില്ലേ, ടു ആഡ് ടു ദാറ്റ് അഭിലാഷിന്റെ അമ്മ ഇദ്ദേഹത്തിന്റെ സീരിയൽസ് കാണുമായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ എന്താണ് ഇതാവുകയാണ്. അത് വർക്ക് ചെയ്യുമല്ലോ. നമ്മളിപ്പം പണ്ട് തൊട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഇപ്പൊ പോട്ടെ, നമ്മള് നമ്മൾ ഏത് ബിസിനസ്സും എടുത്തു നോക്കിയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ കൂടെ നിർത്താനല്ലേ നമ്മൾ നോക്കുള്ളൂ. അത് കംഫർട്ടിന്റെ ഒരു ഭയങ്കര ഫാക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഇയാൾക്ക് ഇതൊക്കെയാണ് ഇയാളുടെ പ്ലസ്, ഇതൊക്കെയാണ് ഇയാളുടെ മൈനസസ്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. മറ്റേതല്ലെങ്കിൽ ഒരു പുതിയൊരാൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നെഗറ്റീവ്സ് കണ്ടിട്ട്. ഇപ്പൊ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഒരു അരമണിക്കൂർ ലേറ്റ് ആകും വരാൻ, ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഉണ്ടല്ലോ. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു വൺ ടേക്ക് ആർട്ടിസ്റ്റ് അല്ല. എനിക്ക് ഡയലോഗ് പറയാനുള്ള ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്റെ മെമ്മറി അത്ര ഷാർപ്പല്ല. എനിക്ക് ചിലപ്പോൾ ചില ഷോട്ടുകൾ വൺ ടേക്കിൽ ഓക്കെ ആകാറുണ്ട്. പക്ഷെ മിക്കവാറും ഒക്കെ എനിക്കൊരു 2, 3, 4, 5 ഒക്കെ എടുക്കും ഞാൻ. അപ്പം ഈ ഡിജിറ്റലിന്റെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ട് എനിക്ക്. മറ്റേ ഫിലിം ആയിരുന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്നത് ഇല്ല, ഇത് കറക്റ്റ് ആയിട്ട് വേണ്ട രീതിയിൽ തന്നെ പറയണം. അപ്പൊ അതുകൊണ്ട് ഐ ടേക്ക് മോർ നമ്പർ ഓഫ് ടേക്സ്. ഡിജിറ്റൽ ആയതുകൊണ്ട് പിന്നെ വേറെ ആൾക്കാർക്കും ആ പ്രശ്നമില്ല, ഫിലിം വേസ്റ്റ് ആകുന്ന പ്രശ്നമില്ല. സുമതി വളവിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കി എല്ലാ ഇൻഡസ്ട്രീസിനും ഫ്രാഞ്ചൈസ് ഉണ്ടല്ലോ സഹിച്ചോട്ടെ. ഇപ്പൊ രൺമനയുണ്ട്, അല്ലെങ്കിൽ ദില്ലിക്കുതുക്കൂടെ ഒക്കെ ഉണ്ട് തമിഴില്, അല്ലെങ്കിൽ ഹിന്ദിയിൽ അങ്ങനത്തെ ഇപ്പോൾ ഹൊറർ സീരീസ് അങ്ങനെയുണ്ട്. സ്ത്രീയൊക്കെ അതിന്റെ ഒരു യൂണിവേഴ്സിൽ വരുന്നതല്ലേ. ചിലപ്പോൾ സുമതി രാം ഗോപാൽ വർമ്മ യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് സ്റ്റാർട്ടിങ് ആവട്ടെ. സുമതി വളവ് വർക്ക് ആവുകയാണെങ്കിൽ ഇനിയും കുറെ കൈൻഡ് ഓഫ് സുമതിമാരെ വേറെ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഹോപ്പ്ഫുള്ളി നല്ല സിനിമ കണ്ടിട്ട് പ്രേക്ഷകർക്ക് നല്ലവരുടെയും സമയത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി.